അപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ആൾ ഇയാൾക്കെതിരെ KCB ലിമിറ്റഡ് നേരത്തെ തന്നെ ഒരു പരാതി ഉന്നയിച്ചതാണ്. പാണ്ടിക്കാട് കുഞ്ഞൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2023 2023 ജാനുവരി, മാർച്ച്, മെയ് ഇത്രയും ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കറണ്ട് ബില്ല് എടുത്തുകൊണ്ട് വെച്ചിട്ട് KCB ലിമിറ്റഡ് വലിയ തട്ടിപ്പ് നടത്തി, ബില്ലിൽ വലിയ ക്രമക്കേട് നടത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാണ്ടിക്കാട് സെക്ഷൻ ഗേജിലുള്ള മറ്റ് കുറച്ച് പേരുടെയും ഈ പറയുന്ന പോലെ ബില്ല് എടുത്തുകൊണ്ടുവന്ന് KCBയെ വെല്ലുവിളിച്ചുകൊണ്ടൊരു വീഡിയോ തയ്യാറാക്കി അത് പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് 2023 ഇദ്ദേഹത്തിൻ്റെ, അപ്പം KCB അത് ചെക്ക് ചെയ്തു, 3 മാസത്തിനിടെ ഇത്രയും വലിയ വേരിയേഷൻ വരുന്നു, അതെങ്ങനെ എന്നുള്ളത് KCB അതിൽ പരിശോധിച്ചു. അപ്പോൾ KCB അതിൽ വിശദീകരണമായി നൽകിയിരുന്നത് 2023 ഇദ്ദേഹത്തിൻ്റെ ഉപയോഗം 344 യൂണിറ്റ്, മാർച്ചിൽ 466 യൂണിറ്റ്, മെയ് എത്തിയപ്പോൾ 728 യൂണിറ്റ്. അതിൻ്റെ കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന AC-യുടെ ഉപയോഗമാണെന്നാണ് KCB കണ്ടുപിടിച്ചിരിക്കുന്നത്. KCB വളരെ വ്യക്തമായി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ പറയുന്ന ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ 2022 ശേഷം, 2022 ജൂണിന് ശേഷം പിന്നീട് അന്നാണ് ലാസ്റ്റ് പരിഷ്കരിച്ചത്. അതിനുശേഷം പരിഷ്കരിച്ചില്ല എന്നാണെന്ന് 2023 ഇവരുടെ ഒരു വിശദീകരണം വന്നത്.